മോമിനുൽ ഹക്കിൻ്റെ ആ ബാറ്റിൽ നിന്നും പിറന്നത് വെറുമൊരു ബൗണ്ടറിയല്ല, അതൊരു ചരിത്രം തന്നെയാണ്. ക്രിക്കറ്റ് എന്നത് കടലാസിലെ കണക്കുകളോ പേരുകളുടെ വലിപ്പമോ നോക്കി നിർണ്ണയിക്കപ്പെടുന്ന കളിയല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ട ദിവസം. മത്സരശേഷം ഓസീസ് താരങ്ങൾ തലകുനിച്ച് പാപഭാരത്തോടെയാണ് ശ്രീകാന്തിനായി കൈകൾ നീട്ടിയത്. അന്നേരം ഡാർവിനിലെ മര്യാറ ഓലിലെത്തിയ ഏതാനും ബംഗ്ലാദേശ് ആരാധകർ ചരിത്ര നിമിഷം നേരിൽ കണ്ടതിൻ്റെ ആവേശത്തിൽ തുള്ളിച്ചാടുകയായിരുന്നു. ആഷസും ബോർഡർ ഗവാസ്കർ ട്രോഫിയും അടക്കമുള്ള അഭിമാന കിരീടങ്ങളെല്ലാം ഷെൽഫിൽ വെച്ച പാറ്റ് കമ്മിൻസിനെ ഈ തോൽവി വല്ലാതെ വേട്ടയാടുമെന്ന് ഉറപ്പ്. ബംഗ്ലാദേശിനെ ഓസീസ് ഒരു എതിരാളിയായി പോലും കണ്ടിരുന്നോ എന്ന സംശയമാണ്. കാരണം സാധാരണ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് മത്സരങ്ങൾ അരങ്ങേറുന്ന സമ്മർ സീസൺ തുടങ്ങിയിട്ടില്ല. വിൻ്ററിൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പ്രൊസീജിയർ പ്രകാരമുള്ള ഒരു പരമ്പര മാത്രം. ഓസീസ് മണ്ണിലെ ഐക്കോണിക് സ്റ്റേഡിയങ്ങളായ സിഡ്നിയോ, മെൽബണോ, അഡ്ലേഡോ, പെർത്തോ അടക്കമുള്ളവയൊന്നും ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് മത്സരത്തിന് വേദിയാകുന്നില്ല. ഡാർവിനും മെക്കയും അടക്കമുള്ള ഓസീസ് ക്രിക്കറ്റിലെ പ്രാന്തപ്രദേശങ്ങളിലാണ് ബംഗ്ലാദേശുമായുള്ള മത്സരങ്ങൾ നടക്കുന്നത്. അവിടെയാണ് ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഓസീസിന് നിൽക്കാൻ ഒരിടം പോലും നൽകാതെ ബംഗ്ലാദേശ് വിസ്മയം തീർത്തത്. ഓസീസ് മണ്ണിൽ ഓസീസിനെ ടെസ്റ്റിൽ തോൽപ്പിക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല. ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയൻ മണ്ണിൽ ഒരു ടെസ്റ്റ് ജയിച്ചിട്ട് 10 വർഷമായി. പാകിസ്ഥാൻ ഏറ്റവും ഒടുവിൽ വിജയിച്ചത് 1995. ലങ്കയും ഏറ്റവും ഒടുവിൽ വിജയിച്ചിട്ട് 3 പതിറ്റാണ്ട് പിന്നിട്ടു. ഇക്കഴിഞ്ഞ ആഷസിൽ ഇംഗ്ലണ്ട് ഒരു ടെസ്റ്റിൽ ഓസീസിനെ അവരുടെ നാട്ടിൽ തോൽപ്പിച്ചത് 5468 ദിവസങ്ങൾക്ക് ശേഷമാണ്. അവിടെയാണ് ഓസീസ് മണ്ണിലെ വെറും 3ാമത്തെ ടെസ്റ്റിൽ ബംഗ്ലാദേശ് അത്ഭുതപ്പെടുത്തുന്നത്. ഈ ടെസ്റ്റിന് കൃത്യം ഒരാഴ്ച മുമ്പത്തെ ചിത്രം ഓർക്കുന്നുണ്ടോ? ക്രിക്കറ്റ് ഓസ്ട്രേലിയ 11-നെതിരായ സന്നാഹ മത്സരത്തിൽ 2ാം ഇന്നിംഗ്സിൽ വെറും 54 റൺസിന് തകർന്നടിഞ്ഞ ബംഗ്ലാദേശ് സംഘത്തെ 22 വയസ്സുള്ള ക്യാമ്പൽ തോംസൺ എന്ന പുതുമുഖ ബൗളറുടെ മുന്നിൽ ഇന്നിംഗ്സ് തോൽവി നേരിട്ട് അപമാനിതരായ ടീം. ഈ ടീമിനെയും വെച്ചാണോ കമ്മിൻസിനെയും സ്റ്റാർക്കിനെയും ഹേസൽവുഡിനെയും നേരിടാൻ പോകുന്നത് എന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്. ഒപ്പം പ്രധാന പേസർമാരായ നഹീദ് റാണയും ഷെരീഫുൽ ഇസ്ലാമും പരിക്കേറ്റ് പുറത്തായതും അവരുടെ നില പരുങ്ങലിലാക്കി. എന്നാൽ ആ 54 റൺസിൻ്റെ ചാരത്തിൽ നിന്നാണ് ക്രിക്കറ്റ് കണ്ട ഏറ്റവും വലിയ ഫിനിക്സ് പക്ഷികളായി അവർ ചിറകടിച്ചുയർന്നിരിക്കുന്നത്. മറുവശത്ത് ഓസ്ട്രേലിയൻ സംഘത്തെ നോക്കൂ. കമ്മിൻസ്, സ്റ്റാർക്ക്, ഹേസൽവുഡ് പേസ്ത്രയവും ഒപ്പം നേഥൻ ലിയോണും ചേരുന്ന ഡെഡ്ലി ബോളിംഗ് കോംബോ. 300-ലധികം ടെസ്റ്റ് വിക്കറ്റുകളുള്ള 4 ബോളർമാർ പന്തെടുക്കുന്നുവെന്ന ഖ്യാതി. പക്ഷേ ഈ വലിയ പേരുകളെയെല്ലാം വെട്ടി അവിടെ ഹീറോയായത് ഹസൻ മഹ്മൂദ് ആയിരുന്നു. ആദ്യ ദിനം തന്നെ മഹ്മൂദ് ഓസീസിന് നൽകിയത് ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആണ്. ട്രാവിസ് ഹെഡും ജെക്ക് വെതറാൾഡും മാർനസ് ലബുഷൈനും കാമറൂഗിനും അടക്കമുള്ളവരെല്ലാം അതിവേഗം തിരിച്ചു നടന്നപ്പോൾ സ്റ്റീവൻ സ്മിത്ത് മാത്രം ചേർത്തു നോക്കി. പക്ഷേ അതും ഫലം കണ്ടില്ല. സിംഗും സീമും സമന്വയിപ്പിച്ച മഹ്മൂദ് 55 റൺസ് മാത്രം കൺസീഡ് ചെയ്ത് 6 വിക്കറ്റുകൾ വാരിക്കൂട്ടി. ഓസ്ട്രേലിയ 1ാം ഇന്നിംഗ്സിൽ വെറും 198 റൺസിന് ആൾ ഔട്ട്. പക്ഷേ ആർക്കും വലിയ കൗതുകമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഓസീസ് 198 റൺസിന് പുറത്തായെങ്കിൽ പിന്നെ ബംഗ്ലാദേശ് 3 അക്കമെങ്കിലും കാണുമോ എന്നതായിരുന്നു ചോദ്യം. പക്ഷേ അവിടെയാണ് പാറ്റ് കമ്മിൻസിന് തൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിയത്. ഓസീസ് പേസിനെ നിഷ്പ്രഭരാക്കി ബംഗ്ലാദേശ് മുൻനിര നടത്തിയത് അടുത്തൊന്നും ഓസീസ് മണ്ണിൽ ഒരു ടീമും നടത്താത്ത ക്ലാസിക് ബാറ്റിംഗ് പെർഫോമൻസ് ആണ്. തൻസിദ് ഹസൻ എന്ന യുവ ഓപ്പണർ ബംഗ്ലാദേശിനായി നടത്തിയത് അവരുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ വീരോചിത ഏടുകളിലൊന്ന്. സമ്മർദ്ദങ്ങളിലും പ്രലോഭനങ്ങളിലും തളരാതെയുള്ള ഒരു ക്ലാസിക് സെഞ്ചുറി. ഒപ്പം 85 റൺസുമായി ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ സാൻഡോയും കൂടെ ചേർന്നു. മോമിനുൽ ഹക്ക്, മുഷ്ഫിഖുർ റഹീം, മെഹ്ദി ഹസൻ മിറാസ് എന്നിവരും മോശമാക്കിയില്ല. ഓസീസ് ബോളർമാർക്ക് പന്തെറിഞ്ഞ് മുഖം ചുവന്നു തുടുത്തപ്പോൾ ബംഗ്ലാദേശ് കൂസലില്ലാതെ പടുകൂറ്റൻ സ്കോറിലേക്ക് നടന്നു കയറി. 308-6 എന്ന നിലയിലായിരുന്ന ബംഗ്ലാദേശിനായി വാലറ്റത്തെ കുട്ടിപ്പിടിച്ച് മെഹ്ദി ഹസൻ മിറാസ് നേടിയ 65 റൺസും നിർണായകമായി. അതിനിടയിൽ മെഹ്ദി റണ്ണിനായി ഓടുമ്പോൾ പിച്ചിൻ്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയിലൂടെ ഓടിയെന്നാരോപിച്ച് മിച്ചൽ സ്റ്റാർക്ക് ക്ഷുഭിതനായി പാഞ്ഞെടുക്കുന്നതും കണ്ടു. ഇതെൻ്റെ ഫോളോ ത്രൂ ആണ്, നിൻ്റെയല്ല, വിക്കറ്റിൽ നിന്ന് മാറിപ്പോടാ എന്നായിരുന്നു സ്റ്റാർക്കിൻ്റെ ആക്രോശം. അമ്പയർ കുമാർ ധർമ്മസേന ശാന്തനാക്കാൻ ശ്രമിച്ചപ്പോഴും ഞാൻ പന്ത് മാത്രമാണ് നോക്കിയത് എന്ന് പറഞ്ഞ് മെഹ്ദി ഒട്ടും ഭയമില്ലാതെ സ്റ്റാർക്കിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. 228 റൺസിൻ്റെ ലീഡുമായി 2ാം ഇന്നിംഗ്സിനിറങ്ങിയ ഓസീസിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത് ഒരു മിറാക്കിൾ കംബാക്ക് ആയിരുന്നു. പക്ഷേ ജെക്ക് വെതറാൾഡിനെ അക്കൗണ്ട് തുറക്കും മുമ്പേ ഹസൻ മഹ്മൂദ് ക്ലീൻ ബൗൾഡാക്കി. പിന്നാലെ ട്രാവിസ് ഹെഡും ബൗൾഡായി പുറത്ത്. സ്റ്റീവ് സ്മിത്തും മാർനസ് ലബുഷൈനും പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും അതും അധിക നേരം നീണ്ടില്ല. ഒരു വേള ഇന്നിംഗ്സ് പരാജയം പോലും ഓസീസിനെ തുറിച്ചു നോക്കി. പക്ഷേ തന്നെക്കുറിച്ചുള്ള വിമർശനങ്ങളെയെല്ലാം കാറ്റിലാക്കി കാമറൂൺഗൻ പിടിച്ചു നിന്നൊരു സെഞ്ചുറി നേടി. പക്ഷേ ആർക്കും അയാൾക്കത്തൊരു പിന്തുണ നൽകാനായില്ല. 4ാം ദിനം ബംഗ്ലാദേശിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. അലക്സ് ക്യാരി, ബ്യൂ വെബ്സ്റ്റർ, ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് എന്നിവരെ മെഹ്ദി കറക്കി വീഴ്ത്തി. അതോടെ ബംഗ്ലാദേശിന് മുന്നിൽ ചരിത്രത്തിലേക്ക് പിന്നിടേണ്ട ദൂരം തെളിഞ്ഞു. വെറും 57 റൺസ്. ആവേശമെല്ലാം ഉള്ളിലടക്കിയാണ് ബംഗ്ലാ ബാറ്റർമാർ മറുപടിക്ക് വന്നത്.
പക്ഷേ ആദ്യ ഇന്നിംഗ്സിലെ സെഞ്ചുറിയൻ തൻസിദിനെ റൺസ് എടുക്കും മുമ്പേ ഹേസൽവുഡ് ക്ലീൻ ബോൾഡാക്കി മടക്കുന്നു. പക്ഷേ മോമിനുൽ ഹക്കും ഷദ്മാൻ ഇസ്ലാമും പതറാൻ ഒരുക്കമായിരുന്നില്ല. പിന്നീട് ഓസീസ് ബോളർമാർക്ക് ഒരവസരവും നൽകാതെ അവർ മഹാവിജയത്തിലേക്ക് തേരുതെളിച്ചു. ഒടുക്കം ബംഗ്ലാദേശിനോട് സ്വന്തം നാട്ടിൽ 9 വിക്കറ്റിന് തോൽവി എന്ന യാഥാർത്ഥ്യത്തോട് അവർ പൊരുത്തപ്പെട്ടു വന്നു. കഴിഞ്ഞയാഴ്ച 54 റൺസിന് തകർന്നടിഞ്ഞ അതേ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ 4ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്ന ഒരു പുതിയ ബംഗ്ലാദേശിനെയാണ് ഡാർവിൻ മൈതാനം കണ്ടത്. സത്യത്തിൽ മോശമല്ലാത്തൊരു ടെസ്റ്റ് സ്ക്വാഡ് ഇപ്പോൾ ബംഗ്ലാദേശിനുണ്ട്. പാകിസ്ഥാനെ അവരുടെ നാട്ടിലും സ്വന്തം നാട്ടിലുമായി 2 ടെസ്റ്റ് പരമ്പരകളിൽ തൂത്തുവാരിയത് നമ്മൾ കണ്ടതാണ്. നജ്മുൽ ഹുസൈൻ ഷാന്തോയുടെ ക്യാപ്റ്റൻസിയിൽ ഇതിനോടകം 8 ടെസ്റ്റ് വിജയങ്ങളും കണ്ടു. എങ്കിലും അവരുടെ പെർഫോമൻസിൽ സ്ഥിരതയുണ്ടായിരുന്നില്ല. ഈ വർഷം തന്നെ സിംബാബ്വെക്കെതിരായ എവേ ടെസ്റ്റിൽ തോറ്റതും ക്രിക്കറ്റ് ലോകം കണ്ടതാണ്. ആ അസ്ഥിരതയുടെ പേരുദോഷവും രാഷ്ട്രീയ കാരണങ്ങളാൽ T20 ലോകകപ്പിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നതിൻ്റെ വേദനയുമെല്ലാം ഡാർവിനിൽ അവർ തീർത്തിരിക്കുന്നു. ഓഗസ്റ്റ് 22 മുതൽ മെക്കെ ഗ്രാറ്റുബാരിയർ റീഫ് അരിയിലേനാണ് 2ാം ടെസ്റ്റ്. മുറിവേറ്റ ഓസീസ് ബംഗ്ലാദേശിനോട് എങ്ങനെ പകരം വീട്ടും? അതോ ഇതിലും വലിയൊരു സർപ്രൈസ് അവിടെ കാത്തിരിക്കുന്നുവോ?